ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും ചേർന്ന് മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അനന്തുവാണോ അതോ മാർക്കോയോ അല്ലെങ്കിൽ പിന്നെ നീ ഒരിക്കൽ പ്രേമിച്ചിട്ട് പോയ ആ സാഗർ എന്നെല്ലാമുള്ള രീതിയിൽ അങ്ങേയറ്റം അവളെ അവഹേളിച്ച് സംസാരിക്കുമ്പോൾ ഇതിനൊക്കെ മറുപടി മുതലും പലിശയും ചേർത്ത് ഞാൻ തന്നിരിക്കും, നാളെ കാണാം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് മഹി അവിടെ നിന്നും ഇറങ്ങുന്നു. ശേഷം കണ്ണൻ മഹിയെ വിളിച്ചിട്ട് മേഘൻ തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെന്നും നമുക്ക് രണ്ടുപേർക്കും തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ എത്തണമെന്നും പറയുന്നുണ്ട്. ശേഷം മഹിയെ യാത്ര അയക്കാനായിട്ട് വരുന്ന മോഹിനിയുടെ വിഷമം കാണുന്ന മഹി പറയുന്നുണ്ട്, അമ്മ ഇതിൻ്റെ പേരിൽ ഇവിടെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. കേട്ടാൽ അറപ്പുളവാക്കുന്ന വാക്കുകൾ അവർ പറഞ്ഞാലും ഇതിനിഴക്കുള്ള മറുപടി അവർക്ക് കിട്ടുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാമല്ലോ. ഒരിക്കൽ കണ്ണേട്ടനോടൊപ്പം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ വരും, അന്ന് എല്ലാവരുടെയും നാവിറങ്ങി പോകും എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയെ ആശ്വസിപ്പിച്ച് മഹി കരുണാലയത്തിൽ നിന്നും പോകുന്നു. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും ചേർന്ന് മഹിക്കായിട്ട് മോഹിനി ഉണ്ടാക്കി കൊണ്ടുപോകുന്ന പലഹാരത്തിൽ വിഷം കലർത്തി അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢപദ്ധതി ആസൂത്രണം ചെയ്യുന്നു. കണ്ണനെ വഞ്ചിച്ചിട്ട് പോയ അവളോടിപ്പോൾ കണ്ണൻ്റെ വെറുപ്പായതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് പോയാലും അവന് സന്തോഷമേ കാണൂ. അതുകൊണ്ട് ഇതറിഞ്ഞാലും അവൻ കേസിനൊന്നും പോകില്ല എന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. കുറ്റം മോഹിനിയുടെ തലയിൽ കെട്ടിവെക്കാമെന്നും പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട് കേട്ടോ അവരും. പിന്നീട് മഹി കണ്ണേട്ടൻ വിളിച്ചിരുന്നുവെന്നും തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. അവിടെ ഇപ്പോൾ ഒരാൾ കൂടി ഉഴിച്ചിലിനായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്, മാർക്കോ പഞ്ഞിക്കിട്ട മേഘൻ എന്ന് പറയുമ്പോൾ എങ്കിൽ അവിടേക്ക് പോകണോ മഹി, അത് റിസ്ക് അല്ലേ എന്ന് ലേഖ ചോദിക്കുമ്പോൾ അവന് അവിടെ ഒരു മുറിക്കകത്ത് തളർന്നു കിടക്കുകയാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ലെന്നാണ് കണ്ണേട്ടൻ പറഞ്ഞത് എന്ന് മഹി പറയുമ്പോൾ മേഘനിപ്പോൾ തളർന്നു കിടക്കുകയാണെങ്കിലും അവൻ്റെ അടുത്തേക്ക് മഹി പോകണോ, അത് നമ്മൾ ഭയക്കണം എന്നെല്ലാം ലേഖ വീണ്ടും ചോദിച്ച് ആശങ്കപ്പെടുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ലേഖേ, മേഘൻ്റെ കണ്ണിൽപ്പെടാതെ ഞാനും കണ്ണേട്ടനും സൂക്ഷിച്ചോളാം. പിന്നെ നാളെ അമ്മ ഇവിടെ വരുന്നുണ്ട്, നിനക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുമ്പിളപ്പവും ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്നാണ് അമ്മ പറഞ്ഞത്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ എനിക്കായിട്ട് കെണി ഒരുക്കി കാത്തിരുന്ന അവൻ്റെ മുഖത്ത് നോക്കി എനിക്ക് രണ്ട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മഹി അഗസ്ത്യകൂടത്തിലേക്ക് തിരിക്കുന്നു. അങ്ങനെ കണ്ണനും മഹിയും അഗസ്ത്യകൂടത്തിലെത്തുന്നുണ്ട്. നേരെ അവർ തോമസ് ഡോക്ടറുടെ മുറിയിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അവരെ കാണുന്നതും തോമസ് ഡോക്ടർക്ക് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ തോമസ് സാറ് പറയുന്നുണ്ട്, ആ മേഘൻ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും വേറെ പിരിഞ്ഞു എന്ന് കരുതി സന്തോഷത്തിലാണ് അയാൾ എന്ന് പറയുമ്പോൾ സാറും ഞങ്ങൾക്ക് വേണ്ടി നല്ല അഭിനയം തന്നെയല്ലേ കാഴ്ചവെക്കുന്നതെന്ന് കണ്ണൻ പറയുമ്പോൾ കുഞ്ഞിൻ്റെ ജനനം വരെ ആരും ഒന്നും അറിയാൻ പാടില്ല, അത് നിങ്ങൾ രണ്ടുപേരും പ്രത്യേകം സൂക്ഷിക്കണമെന്നും പറയുന്നുണ്ട് കേട്ടോ തോമസ് സാറ്. തുടർന്നവർ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ മഹിയാണെങ്കിൽ ലേഖയുടെയും അനന്തുവേട്ടൻ്റെയും വീട്ടിലുള്ള ജീവിതത്തെക്കുറിച്ചെല്ലാം തോമസ് ഡോക്ടറിനോട് പറയുന്നുണ്ട്. തുടർന്ന് കണ്ണനും പറയുന്നുണ്ട്, ഇയാളുടെ രണ്ടാനമ്മയും അച്ഛനും കുറേ പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്ന് സ്നേഹം അഭിനയിച്ച കാര്യങ്ങളും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ തോമസ് സാറിനോട്. ശേഷം അവർ തോമസ് സാറിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് കണ്ണൻ മഹിയോടായിട്ട് പറയുന്നുണ്ട്, അവിടെയാണ് ആ മേഘൻ്റെ മുറി, തന്നെ കൊല്ലാനായിട്ട് കെണിയൊരുക്കി കാത്തിരുന്നവൻ എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മഹി മേഘൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ മേഘൻ്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് മഹി. മഹിയെ കാണുമ്പോൾ തന്നെ നിനക്ക് ചങ്ക് പറിച്ച് തന്നവനാണ് കണ്ണൻ, ആ കണ്ണനെയാണ് നീ തേച്ചിട്ട് പോയത് എന്ന് മേഘം പറയുമ്പോൾ അതിനെപ്പറ്റി നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട, കണ്ണേട്ടൻ്റെ സ്വത്ത് മോഹിച്ച് തന്നെയാണ് ഞാൻ കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത്, കണ്ണേട്ടൻ്റെ പകുതി സ്വത്തുക്കളും ഇപ്പോൾ എൻ്റെ പേരിലാണ്, പിന്നെ എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അച്ഛനായിരിക്കും കമ്പനിയുടെ ഭരണമൊക്കെ ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹി പോകുമ്പോൾ ഇതിപ്പോൾ മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം ഇവളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും തിരികെ വാങ്ങണമെന്ന് മേഘൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. ശേഷം തോമസ് സാറും മേഘൻ്റെ മുറിയിൽ എത്തുന്നുണ്ട്. അപ്പോൾ ചികിത്സയുടെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തോമസ് സാറ് പറഞ്ഞ് പോകാൻ തുടങ്ങുമോ, സാറേ ഒരു നിമിഷം, കണ്ണൻ ഇനി നടക്കാൻ പറ്റില്ല അല്ലേ എന്ന് തുറന്ന് മേഘൻ ചോദിക്കുമ്പോൾ അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല എന്നും കണ്ണൻ്റെ വലതുകാലിനോടൊപ്പം ഇപ്പോൾ ഇടതുകാലം അനങ്ങിയതുകൊണ്ട് തന്നെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് മാത്രം മറുപടി കൊടുക്കുകയാണ് കേട്ടോ തോമസ് സാറ്. പിന്നീട് കണ്ണൻ കമലേശ്വരത്ത് തിരികെ എത്തുന്നു. അപ്പോൾ കണ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് ദുർഗയും കരുണയും സ്വാതിയൊക്കെ ആണെങ്കിൽ ആ സന്തോഷ വാർത്ത കണ്ണനെ അറിയിക്കുന്നുണ്ട്. അതായത് നിന്നെ തേച്ചിട്ട് പോയ, നിൻ്റെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കി പോയവളുടെ കുഞ്ഞിനെ പിറക്കും മുൻപ് തന്നെ അവളുടെ വയറ്റിൽ വെച്ച് തന്നെ നുള്ളിയെറിയാൻ പോവുകയാണെന്നും അവൾ ഈ കുടുംബത്തിനുണ്ടാക്കിയ മാനക്കേട് ചില്ലറയൊന്നുമല്ല, അങ്ങനെയുള്ളവളുടെ കുഞ്ഞ്
ജീവനോടെ ജനിക്കാൻ പാടില്ല. കരണമോളുടെ അച്ഛനും മുത്തശ്ശിയും അവൾക്കായിട്ട് അവളുടെ അമ്മ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന പലഹാരത്തിൽ വിഷം കലർത്തി അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോവുകയാണെന്നും നീയും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിന്നെ വഞ്ചിച്ചത് ആരായാലും അവൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരാൻ പാടില്ല എന്നെല്ലാം ദുർഗ പറയുന്നത് കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട്. നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട് കേട്ടോ കണ്ണന്. അപ്പോൾ ഇങ്ങനെയുള്ള നീചജന്മങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് അയാളെ ഇത് വിവരം അറിയിക്കണമെന്നും കണ്ണൻ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൻ അവരുടെ സൈഡാണെന്ന് കരുതിക്കൊണ്ട് എല്ലാ സത്യങ്ങളും അവരുടെ ഗൂഢനീക്കങ്ങളെല്ലാം കണ്ണനോട് തുറന്നു പറയുന്ന അവർക്ക് തന്നെയാണ് കിടലനായിട്ടുള്ള തിരിച്ചടികൾ കിട്ടുന്നത്. തുടർന്ന് കണ്ണൻ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഈ നാടകം കൊണ്ട് ഇങ്ങനെ ഒരു പ്രയോജനം ഉണ്ടാകുന്നുണ്ടല്ലോ എന്നും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ കണ്ണൻ എല്ലാ കാര്യങ്ങളും മഹിയെ വിളിച്ചറിയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. ഇപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്